നമസ്കാരം സർ. 288 പേരുടെ പിന്തുണ ഈ വഖഫ് ബില്ല് പാസ്സാക്കാനുള്ള വോട്ടിംഗ് ലഭിച്ചു എന്ന് പറയുമ്പോഴും 232 പേരാണ് ബില്ലിനെ എതിർത്തത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. എങ്ങനെയായാലും വോട്ട് ചെയ്താൽ പാസ്സാകും, നമുക്ക് എതിർത്ത് നിൽക്കുന്നതിന് ഒരു ഒരു പരിധിയുണ്ട് എന്ന് അറിഞ്ഞിട്ടും പ്രതിപക്ഷത്തുള്ളവരെല്ലാവരും അവിടെ പാർലമെന്റിൽ എത്തിയിരുന്നു. അവരുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും വോട്ടിലൂടെ ചെയ്തത്. അപ്പം 232 പേർ എതിർത്തിരിക്കുന്നു. പ്രതിപക്ഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്താവന വന്നാൽ അതിനോടുള്ള താങ്കളുടെ ഒരു നിലപാട് എന്താണ്? അല്ല, അതിനകത്ത് ശരിയാ കേട്ടോ. നമ്മൾ ഇന്ത്യ മുന്നണി തകർന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തകർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് അവർ ഇന്നലെ ശക്തമായിട്ട് ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായം പറയുകയും വോട്ടെടുപ്പിൽ അവർ സജീവത അതിനകത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അത് മറ്റേ നമ്മുടെ സഭയിൽ വരാത്ത പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നുള്ളൂ, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അതിനകത്ത് ഇല്ലായിരുന്നു. ശശി തരൂരിനെ നമ്മൾ ചർച്ചയ്ക്കകത്തും കണ്ടില്ല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ശശി തരൂർ എന്തുകൊണ്ടാണ് ഈ വിഷയം മർമ്മപ്രധാനമായിട്ടുള്ള വിഷയത്തിന് ചർച്ചയിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രസക്തമായ. പക്ഷെ പിന്നെ നമുക്ക് ഇതിനകത്ത് പരിശോധിക്കേണ്ടത് ചിലരുടെ ആത്മഹത്യ തന്നെയായിരുന്നു ഇതിനകത്ത്. നമ്മൾ ഞാൻ ഈ ബില്ലിന്റെ വെളിയിൽ നിന്ന് പറയുകയാണ്. അതായത് നമ്മൾ പറയത്തില്ലയോ, നിവൃത്തികെട്ട് ആത്മഹത്യ ചെയ്തതായിരിക്കും എന്നും, ഒരു ജീവിതം നശിച്ചു പോകുന്ന ഓരോ മനുഷ്യര്. ഇന്നലെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ബി ജെ പിയുടെ ഒരു വളർച്ച വലിയ വലിയ രീതിയിലാണല്ലോ. അപ്പം സാധാരണയായിട്ടുള്ള ഒരു ആൾക്കാരെല്ലാം നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി അടുത്ത കാലത്തെങ്കിലും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പം നമ്മളിപ്പോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഒന്ന് പഠിക്കുമ്പോ പറയുന്നത്. അപ്പം ഇതിന്റെ അടുത്ത് ചോദിച്ചാൽ അടുത്ത കാലത്തെങ്കിലും നടക്കത്തില്ല, അവർ വലിയ ശക്തമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും നോക്കുമ്പോൾ അവരാണ് വീണ്ടും വരുന്നത്, അവരുടെ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പം ഈ ബി ജെ പിക്ക് ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു പാർട്ടിയാണ് ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന് പറയുന്നത്. ബാൽ താക്കറയുടെ കാലത്ത്, അതായത് ബാൽ താക്കറയുടെ കാലത്ത് മാത്രമല്ല, ആ പാർട്ടിയെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയത അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാണ് നിൽക്കുന്നത്. അത് ശിവസേന അറിയാമല്ലോ. ശിവസേന ശിവജിയുടെ ഭാഗമായിട്ട് നിൽക്കുക. ഇവര് കൊന്നായാലും അല്ലെങ്കിൽ പിടിച്ചായാലും ഈ ഹിന്ദു മാത്രമാകുന്ന രാജ്യം, ആ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു തീവ്ര നിലപാടുള്ള പാർട്ടിയായിരുന്നു മഹാരാഷ്ട്രയിൽ. അപ്പം ഈ ഉദ്ധവ് അല്ലെങ്കിൽ ശിവസേനയുടെ ഇതുണ്ടല്ലോ, സ്ഥാപകൻ ഈ പറഞ്ഞ ബാൽ താക്കറെ, ഉദ്ധവ് താക്കറെ, ബാൽ താക്കറെ ഈ ഇത് കൊണ്ടുവരുമ്പോൾ 2012 അദ്ദേഹം മരിക്കുന്നിടം വരെ അവിടെ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കും. അദ്ദേഹം ചലിക്കണ്ടെന്ന് പറഞ്ഞാൽ ചലിക്കത്തില്ല. നീതു, ഈ പറയുന്ന മനുഷ്യൻ ആ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം ഈ മറാത്താവാദമായിട്ടാണ് ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. ഈ മറാത്താവാദമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ളടത്തു നിന്നൊക്കെ അവിടെ ആളുകൾ ചെന്നിട്ട് ഈ മറാത്തികൾക്ക് ജോലി കിട്ടാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് മറാത്തവാദമായിട്ട് അവർക്ക് ജോലി വേണം, ബാക്കിയുള്ളവൻ അങ്ങനെ ഭയങ്കര സംഘർഷമായി അടിയായി ഇവിടെ ബാക്കിയുള്ളവരെയൊക്കെ ചാടിച്ചാണ് ഇത് തുടങ്ങുന്നത് മറാത്തവാദമായിട്ട്. അന്ന് തൊട്ടാണ് ഇത് ശക്തി പ്രാപിക്കുന്നത്. അപ്പം ശക്തി പ്രാപിച്ചതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ രീതി മാറ്റുകയാണ്. അപ്പൊ മറാത്തവാദം ഒക്കെ മാറ്റിയിട്ട് പിന്നെ ഇത് ഹിന്ദുത്വ പാർട്ടിയുടെ ഭാഗമായിട്ട് വരികയാണ്. കാരണം പരസ്യമായിട്ട് ഹിന്ദു അല്ലെങ്കിൽ മൊത്തത്തിൽ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക, അവരുടെ കാര്യങ്ങൾ പറയാം, ബാക്കിയുള്ളവനെ അടിയെങ്കിൽ അടി, വെട്ടെങ്കിൽ വെക്ക്, കൊല്ലെങ്കിൽ തട്ടുമെങ്കിൽ തട്ടു എന്നുള്ള രീതി. കാരണം അവർക്ക് ആ ഒരു ഭാഗം പറയുമ്പോൾ വേറെ ഒരു രീതിയില്ല. ആർ എസ് എസും ബി ജെ പി ഒക്കെ അത് വെച്ച് കൊല്ലം ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും അല്ല. അവർക്ക് ആ ഭാഗം ഉണ്ടെങ്കിലും അവര് ബാക്കിയുള്ളവരെ അവരുടെ ഭാഗമായിട്ട് നിർത്തി അവരെയും ഹിന്ദുവാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു രീതിയിലാണെങ്കിൽ ഇപ്പോഴും എപ്പോഴും കാര്യം. പക്ഷെ മറ്റവർക്ക് അങ്ങനല്ല, ആ ജാതിയും കൂടെ നോക്കും. വേറെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന് ഇന്ത്യക്കാരനാണെന്നുള്ള അംഗീകാരം ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവരെ വിഷയമായിട്ട് വന്ന് അവരെ തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക എന്നുള്ളതാണ്. പല കലാപങ്ങളും അവിടെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം ഈ പറയുന്ന പാർട്ടിയുടെ ആളാ ഈ ഇപ്പൊ പറയുന്ന അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ മകൻ. അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്നലെ അവിടെ വന്ന് അതായത് യഥാർത്ഥത്തിൽ ഇതിന്റെ ശരിക്കുള്ള വർത്തമാനം സാധാരണക്കാരന് പറയുന്ന രീതിയിലേക്ക് വന്നാൽ ഈ ബില്ല് ഭേദഗതി ചെയ്ത് എന്തിനാ? മുസ്ലിങ്ങളുടെ അധിനിവേശം അല്ലെങ്കിൽ ആ മുസ്ലിം ഈ വഖഫ് നിയമ ബില്ല് വെച്ചിട്ട് ബാക്കിയുള്ളവരെ, ഇന്ത്യയിലുള്ള ബാക്കിയുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവൻ പിടിച്ചെടുക്കാൻ ഇവനെ വേണമെന്ന് പറയുന്നതുമായിട്ടുള്ള ബോർഡ് പറയുന്നതുമായിട്ടുള്ള സ്വത്ത് അവരുടേതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനം. അതിനകത്ത് പോയിരുന്ന് അല്ലെങ്കിൽ ആ ബില്ല് തിരുത്തുന്നതിന് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ടി വരുന്ന ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ, അതായത് ആ പാർട്ടിയുടെ ഗതി. ഇപ്പൊ പാർട്ടി അറിയോ, 2012 വരെ അവിടെ എന്ത് വേണം മഹാരാഷ്ട്രയിൽ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ, അവിടെ ഈ പണ്ട് ഭയങ്കര ഗുണ്ടായുസമായിരുന്നല്ലോ ഈ പറയുന്ന
ഗുണ്ടകളെയൊക്കെ പരിശോധിക്കുമ്പോൾ എല്ലാം മുസ്ലിം ഗുണ്ടകളാണ്. ഇദ്ദേഹത്തിന് അവരെ മൊത്തം അടിച്ചൊതുക്കിയില്ലേ. അവസാനം ഈ 92 കാലഘട്ടത്തിൽ അവിടെ വീണ്ടും ഒരു മുസ്ലിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കി. മുസ്ലിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുക, അദ്ദേഹത്തിന്റെ ആ രീതിയെ പറ്റി പറയാൻ വേണ്ടിയാണ്. മുസ്ലിം കലാപം ഉണ്ടാക്കുമ്പോൾ അവിടെ തിരിച്ചുവരടിച്ചിട്ട് ഏതാണ്ട് 1000-ഓളം ആൾക്കാരെ അന്ന് കൊന്നു. മുസ്ലിം കലാപം ഉണ്ടാക്കിയാലും ഇവരുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പല സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ചേറിയ ബോംബെയിലെ കലാപം എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് അന്നാണ് ഈ ദാവൂദ് ഇബ്രാഹിം നാട് വിടുന്നത്. ഏതാണ്ട് 282 പേര് ഇവിടുന്ന് നാട് വിട്ട് ഒരു കഥയൊക്കെ അറിയാലോ. അപ്പം അന്നാണ് അദ്ദേഹം കലാപത്തിന്റെ പുറകിൽ കാരണം അവർക്ക് ഡയറക്റ്റ് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്ത്രപ്രധാനമായ മേഖലകളിലും കാരണത്തും മറ്റിടത്തും മറിച്ചിടത്തും എല്ലാം കൂടെ വിവിധ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഏരിയ എല്ലാം ബോംബ് വെച്ച് അന്ന് 282 പേരോളം 83 പേരോളം മരിച്ചു. അതിനുശേഷമാണ് ഇവൻ ഇവിടുന്ന് പോകുന്നത് ഇപ്പൊ പാകിസ്ഥാനിൽ ഉണ്ടെന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻകാർ ഇയാളെ തട്ടിക്കളഞ്ഞെന്നും ഒക്കെ ഉള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പം ഈ കലാപത്തിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീം ബോംബെ കളിക്കണ്ടെന്ന് തീരുമാനിച്ചു. അയാൾ മരിക്കുന്നിടം വരെ അവിടെ കളിച്ചിട്ടില്ല. അതിന് ശേഷം കളിച്ചൊന്നും എനിക്കറിയത്തില്ല. മരിക്കുന്നിടം വരെ അവിടെ കളിച്ചിട്ടില്ല. അതുപോലെ എത്ര കേസ് ഉണ്ടായിരുന്നറിയോ ഈ പറയുന്ന ബാൽ താക്കറയുടെ പേരിൽ. ഒരു കേസിന് അദ്ദേഹത്തെ കോടതി വിളിച്ചിട്ടില്ല. ഒരു കേസിന് അദ്ദേഹത്തെ ചെന്ന് പോലീസ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അത്രയ്ക്ക് മുടിചൂടാ മന്നനായിരുന്നു. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പൊസിഷനിലൊക്കെ ഇരിക്കുന്നല്ലോ. ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റും ഇല്ലായിരുന്നു ജനാധിപത്യ രീതിയിൽ. ആ ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ ആണ് ഇരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ഇപ്പൊ തങ്ങൾ കുടുംബം മുസ്ലിം ലീഗിന്റെ പോസ്റ്റ് ഒന്നും അവർക്കില്ല, MLA MP ഒന്നും ആവത്തില്ല. അവർ പറയുന്ന തീരുമാനം ആ പാർട്ടിക്കകത്ത് നടക്കുന്നില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ അവസ്ഥ. അപ്പൊ എത്ര വലിയ വലുപ്പമാണെന്നറിയോ. എന്നാൽ ഇയാളെ കണ്ടാലോ, നമ്മുടെ കെ കരുണാകരന്റെ കൂടെ ഒരു കൊച്ചൊരു മനുഷ്യൻ, ആകെപ്പാടെ എല്ലാം കൂടെ ഒരു 45 കിലോ. ഈ മനുഷ്യനായിരുന്നു ഒരു കാലത്ത് ഹിന്ദുവിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യം മൊത്തത്തിൽ ചർച്ച ചെയ്തും ഏതർത്ഥത്തിലും ശിവജി കൊണ്ടു നടന്നതുപോലെ കൊന്നും കൊടുത്തുവായാലും ഹിന്ദുവിനെ സംരക്ഷിക്കണം, അത്രയ്ക്ക് ഉയർന്ന വർഗീയതയുള്ള ഒരു പാർട്ടിയുടെ നേതാവും ഒരുപക്ഷെ ബോംബെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദ്യ തൊട്ടേ അന്നും ഇന്നും വ്യവസായ അല്ലെങ്കിൽ സമ്പന്നമായിട്ടുള്ള ഇടത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നിടത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ചലിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ചലിക്കാത്ത ആ ബോംബെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയെ അദ്ദേഹത്തിന്റെ മകൻ കൊണ്ടുവന്ന് കെട്ടിയേക്കുന്ന കെട്ട്, അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു നിവർത്തികേട്. നമ്മള് ആദ്യം പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുന്നതാണ്. അത് അന്നലെ അനുകൂലമായിട്ട് പറഞ്ഞു. അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് ആർക്കും അറിയത്തില്ല. എല്ലാരും പറയുമല്ലോ തർക്കമന്ദിരം പൊളിച്ചെന്ന്. ഇപ്പം ഈ രാമജന്മഭൂമിയിൽ അന്നൊരു തർക്കമന്ദിരം ഉണ്ടായിരുന്നല്ലോ, തർക്കമന്ദിരം പൊളിച്ച് ഈ മഹാരാഷ്ട്രക്കാരാ പൊളിച്ച്. ഇവിടുന്ന് കർസേവയ്ക്ക് നിരന്തരം സത്യസന്ധ, അത് RSSകാർക്കും BJPക്കാർക്കും വളരെ, ഇവരവിടെ പോയി എല്ലാ കൊല്ലവും കർസേവയൊക്കെ നടത്തി വന്നിട്ട് ഇതിങ്ങനെ ലൈം ലൈറ്റ് നിർത്തി പോകുമായിരുന്നു. അപ്പൊ എല്ലാ കൊല്ലവും ഇവരവിടെ കൊണ്ട് 4 കല്ല് വെക്കും, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനത്തോടും 10-200 കല്ല് വെക്കും, അവർക്ക് പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു പോരും. ഇതായിരുന്നു ഇവരുടെ പരിപാടി. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇങ്ങനെ ഹിന്ദുവിന്റെ വിഷയമായിട്ട് ഇങ്ങനെ ലൈം ലൈറ്റ് നിർത്താൻ ഈ ശിവസേനക്കാരുടെ സ്വഭാവം അറിയല്ല. ഇവർക്ക് ഇത് കാണുന്നു കൂടെ ദേഷ്യം. അവിടുന്ന് അന്ന് പറഞ്ഞല്ലോ, ഈ വാജ്പേയി ആയിരുന്നല്ലോ അന്ന് പ്രധാനമന്ത്രി, അദ്ദേഹം അവസാനം പറയാതെ പറഞ്ഞല്ലോ, അവിടെ ചെന്ന് ഇവരങ്ങോട്ട് ചെന്ന് ഇതെല്ലാം കൂടെ തല്ലിപ്പൊളിച്ചെടുത്ത് ഇവരെ ഇനി ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവരുടെ ലൈൻ ഇതായിരുന്നു. അങ്ങനെ നിന്നൊരു പാർട്ടി, അതുപോലെ രാമജന്മഭൂമിയുടെ ഈ പറയുന്ന പോലെ ഇത് വരുന്നതിന് വേണ്ടി ഏറ്റവും ഈ പറയുന്ന RSS ഉണ്ടല്ലോ, RSSനെക്കാട്ടി താല്പര്യത്തിലും അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യത്തിനും ഏറ്റവും മുന്നിൽ നിന്ന അല്ലെങ്കിൽ ആളാണ് ഈ ബാൽ താക്കറെ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഇതിന്റെ ഏറ്റവും മുമ്പിൽ. അവിടെ ഇത് വേണം, അല്ലെങ്കിൽ ഈ ഹിന്ദുവിന്റെ വികാരമാണ്, മറ്റേ BJP RSS ഒക്കെ അതിന്റെ പുറകിലേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഈ RSS ഈ എത്ര വിഷയം വന്നപ്പോഴും ഇവരെ ഉൾപ്പെടുത്തി പോകണം, അല്ലെങ്കിൽ ഇവരെ അതിന്റെ കൂടെ നിർത്തി പോകണം എന്ന് പറഞ്ഞാൽ RSSനെ BJPയും ഒരു കാലത്ത് ഒന്നുമല്ലാത്ത സമയത്തും സഖ്യം ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ബാൽ താക്കറെ. പിന്നെ പഞ്ചാബിലെ ഈ ഒരു സഖ്യം ഉണ്ടായിരുന്നു, അകാലിദളിന്റെ സഖ്യം. അപ്പം ആരും ഇല്ലാതെ നാളെ കാലത്ത് ഇന്ന് BJP ഇതേ രീതിയിൽ വരുമെന്നോ അല്ലെങ്കിൽ BJP തുറന്നു പോകുന്നോ ഒന്നുമില്ല. അതുകൊണ്ട് RSS പലവട്ടം പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ കൂട്ടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഭാഗമാകണം, അല്ലെങ്കിൽ മറക്കുവാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം ഇപ്പം ഇതിനെപ്പറ്റി അറിയാൻ മേലല്ലേ ആരെയും ഇദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്തിട്ടൊക്കെ ഇതിനകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇന്നലത്തെ ചർച്ചയ്ക്കകത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒത്തുചേരലൊക്കെ നീതു ചർച്ച ചെയ്യുമ്പോഴും ഞാനേ അതിനകത്തുനിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഒരു പാർട്ടിയുടെ, ബാക്കി എല്ലാവരും പോട്ടെ, ഇപ്പം
YSR കോൺഗ്രസിന്റെ പാർട്ടിയുടെ നിലപാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ബിജു ജനതാദളുടെ നിലപാടുണ്ട്, അതൊക്കെ രാഷ്ട്രീയ നിലപാടാണ്, രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട്. പക്ഷെ ഈ പാർട്ടിക്ക് ഇന്ന് ഏറ്റവും മുന്നേറ്റം നടത്തുന്ന, അവരുടെ കയ്യിലിരിക്കുന്ന ഹിന്ദുത്വ ഇന്ത്യ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ BJP ഇന്ത്യ ഭരിക്കുമ്പോൾ, RSS ഇന്ത്യ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ കൂടെ നിൽക്കേണ്ടതും അല്ലെങ്കിൽ അവരുടെ ഭാഗമാകേണ്ടതും ഇത് നയിച്ചുകൊണ്ട് പോകുന്നതുമായിട്ട് ധരിച്ചിരുന്നതും അങ്ങനെ ആകേണ്ടിയിരുന്നതുമായുള്ള ഒരു പാർട്ടി ഈയിടെ ഇപ്പോഴത്തെ അവസ്ഥ അത് തീർന്നല്ലോ. പാർട്ടി ഇപ്പൊ ഔദ്യോഗികമായിട്ട് പോലും ഇല്ല, അവരുടെ കയ്യിൽ സംവിധാനങ്ങളൊന്നുമില്ല. അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഗതികെട്ട് ഒരു അധിനിവേശത്തിനെതിരെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ സാധാരണക്കാരന്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും നിയമം ഒരുപോലെ സ്വത്തും സമ്പത്തും അല്ലെങ്കിൽ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് എതിർക്കേണ്ട, അല്ലെങ്കിൽ ആദ്യം ആ ബില്ലിന് എതിർപ്പറിയിക്കേണ്ടതായിട്ടുള്ള, അല്ല ആ ബില്ല് ഭേദഗതിക്ക് അനുകൂലമാകേണ്ടതായിട്ടുള്ള ഒരു പാർട്ടി ഇന്നലെ ഗതികെട്ട് ബാൽ താക്കറയുടെ മകന്റെ പാർട്ടി അവിടെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതായത് ആത്മഹത്യാപരം, അല്ലെങ്കിൽ ഗതികെട്ട് ആത്മഹത്യ ചെയ്തു എന്ന് ഒരു പാർട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഈ വിഷയം നോക്കുമ്പോൾ സാധാരണക്കാരന്റെ ഭാഷയിൽ പറയേണ്ടി വരുന്ന ഇതാണ് അവസ്ഥ. യെസ്, വ്യക്തമാണ്. ഒരുപക്ഷെ ഈ ഒരിക്കൽ കൂടി BJP ആയാലും നമ്മുടെ സർക്കാരായാലും ഇനിയൊന്ന് കരുതിയിരിക്കും എന്ന് തോന്നുന്നു. ഇവർ ഈ രീതിയിലാണ് ഇവരുടെ ഒരു പോക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, കൂടുതൽ ഇവർ ശക്തമാകാനുള്ള ഒരു ശ്രമമെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത് Xൽ മാത്രമാണ്. ഇത്രയും വലിയൊരു ബില്ല് പ്രതിപക്ഷത്തുള്ള മുഴുവൻ പേരും അവിടെ ആ പാർലമെന്റിൽ എത്തി തങ്ങളുടേതായ എതിർപ്പ് വോട്ടിലൂടെ രേഖപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി സഭയിൽ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതിനി കോൺഗ്രസ് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകർക്കും അണികൾക്കും ഇടയിൽ അതുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല. അതിനെ ആ പാർട്ടി തന്നെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ X നല്ല വൃത്തിയായി കാര്യങ്ങൾ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.